കടുക്ക ഇട്ടിട്ടുണ്ട്, കല്ലുമ്മക്കായ. ആ മുരിഞ്ഞ് കരിഞ്ഞില്ല. ഞാൻ ഈ ചട്ടിയിൽ ചോറിട്ട് തിന്നാൻ പോവാ. ഹായ് എവ്രി വൺ, വെൽക്കം ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കിതാ കടുക്ക ഇട്ടിട്ടുണ്ട്, കല്ലുമ്മക്കായ. അപ്പം നമുക്ക് അതുണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഏട്ടൻ സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയപ്പം കിട്ടിയതാട്ടോ. ആ എന്താ അവിടെ നന്നാക്കാനാ പറഞ്ഞ? എന്താ വേണ്ടേ? കത്തി വേണ്ടേ? ചെറുത് പോരെ? എനിക്ക് സ്ഥലമുണ്ട്. ഞാൻ എന്താ ഞാൻ അതിന്റെ ഇത് മാറ്റാം. നിങ്ങൾ ഇതാക്കി തരുന്ന അതെനിക്കറിയാം. ആ മറ്റേ ആ മുടി പോലത്തെ സാധനം അല്ലേ? ഇതിലേക്ക് നന്നാക്കിടാം. ഇടയ്ക്ക് വർത്താനൊക്കെ പറയേണ്ടി വരും കേട്ടോ. ഞങ്ങള് കോഴിക്കോട് കടുക്കാന്നാട്ടോ പറയാ. നമ്മൾ കോഴിക്കോടുള്ളപ്പോ നമുക്ക് എപ്പോഴും കിട്ടും കടുക്ക. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ കടുക്ക കിട്ടൂല. ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോഴാണെങ്കിലും നമുക്ക് അവിടെ കോഴിക്കോട് കിട്ടുന്ന ആ ഫ്ലേവർ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാറേ ഇല്ല. പിന്നെ എപ്പോഴെങ്കിലും ഏട്ടനോ ആരെങ്കിലും ഒക്കെ കോഴിക്കോട് പോകുന്ന സമയത്ത് കാറിലാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ഒരുപാട് അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടുന്ന് വാങ്ങിക്കാറേ ഇല്ല. പക്ഷെ ഇപ്പൊ അടുത്തൊരു പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് കണ്ടപ്പോ ജസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നാവെന്ന് വിചാരിച്ച് വാങ്ങിച്ചൊന്നല്ല, പക്ഷെ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിനെ കൊണ്ട് തന്നെ ഏട്ടൻ കണ്ടപ്പോ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. അത് പുഴുങ്ങി വെച്ചതാ ഇപ്പം. പുഴുങ്ങി വെച്ചപ്പോ തന്നെ നല്ല മണമുണ്ട്. ഏട്ടൻ പറയണ്ട അവിടെ TV കാണുന്നപ്പോഴത്തേക്ക് നല്ല മണമുണ്ട് എന്ന്. അപ്പൊ ഇതും നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളിതാ പുഴുങ്ങി ഇനി ഇത് ക്ലീൻ ചെയ്യാണ്. ഇതിന്റെ ഇവിടെ ഉള്ള ആ ബ്ലാക്ക് കളർ സാധനം പോക്കാണ്. പിന്നെ ഇതിന് ഒരു മുടി പോലെ ഉണ്ടാവും, ഒരു ഹെയർ പോലെ ഒരു സംഭവം കൂടി ഉണ്ടാവും. അതും ക്ലീൻ ആക്കണം. അത് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് വയറുവേദന വരാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ഈ കറുത്ത സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാലോ. ഞാൻ ഇതിലേക്ക് വൃത്തിയാക്കി ഇടുന്നു. ഏത് ലാസ്റ്റ് ഒന്ന് കഴുകിയാ പോരെ? ഞാൻ വെള്ളം എടുത്ത് വെച്ചില്ല. അത് കുഴക്കുമ്പോഴേ മസാല കുഴക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല കുറച്ച് ആക്കിയാലോ. കല്ലുമ്മക്കായ പുഴുങ്ങിയ വെള്ളം ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അത് നമ്മള് ഇപ്പം അത് റോസ്റ്റ് ആക്കുമ്പോ അതിലേക്ക് ഒഴിച്ചാലും, അല്ലെങ്കിൽ ഇതിപ്പം നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കാനാ പ്ലാൻ. അപ്പം അത് മസാല തേച്ച് മിക്സ് ചെയ്യുമ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെയോ? കുറച്ച് എടുക്കല്ലേ? കഞ്ഞി കുടിക്കാൻ തോന്നാം. പോരാ? ഇപ്പൊ സീസൺ ആണെന്ന് തോന്നുന്നല്ലേ? കടലില് മറ്റേ വെള്ളറക്കുണ്ടാവും.
പെണ്ണുങ്ങളൊക്കെ വാരി 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 വാരി. അതല്ല ബേപ്പൂര് പണ്ട് മാമീന്റെ അവിടെയൊക്കെ ഉണ്ടാവില്ലേ ഗോതീശ്വരത്ത്. അയാളുടെ മക്കൾക്ക് ഒന്നും ഒഴിവില്ലല്ലോ, ഓരൊക്കെ ജോലിക്ക് പോകും. ഉം മറ്റേത് ഓരൊക്കെ എടുക്കാൻ പോകുന്നു. ഉം വിളിക്കുന്നില്ല എൻ്റെ വേഗം വന്നതാണെങ്കിൽ ഓരോ വിളിക്കുമ്പോഴാണ് നല്ല മോളുണ്ട്. ഏത് മോളും? അവിടുത്തെ ജോലിപ്പൂരത്തെ ഒറ്റ മോൾ. എല്ലാത്തിലും അതില്ലാട്ടോ, മുടിയില്ലാട്ടോ. നോക്കണം എന്നാണ് ഞാൻ പറയാം. വയറ്റ് പോയാല് ഇവിടെ ആ വേസ്റ്റ് ഇതിലേക്ക് തട്ടുക, അല്ല എല്ലാം കൂടെ അതിന് പെറുക്കിയെടുക്കാൻ കഴിയും. ചെമ്മീൻ നാളെ എടുക്കാം, എല്ലാം കൂടി എടുക്കണ്ട. ചെമ്മീൻ ക്ലീനാക്കാണ്ട് ഈ പൊരിക്കൂലേ? ഞാൻ പൊരിക്കാം. അതൊന്ന് ക്ലീനാക്കി വെക്കണം, അല്ലാണ്ട് ഇതൊന്നും രാവിലെ നീട്ടി കറി ഉണ്ടാക്കില്ലല്ലോ. കറിയൊന്നും ഉണ്ടാക്കി. ഞാൻ ഇപ്പൊ വിചാരിച്ച ഒരു ഇച്ചിരി ചിക്കൻ വെറുതെ കുക്കറിൽ മുളക് ഇട്ടാലോ. ഓ ചിക്കൻ വേണ്ട, നമുക്ക് ഇച്ചിരി മോര് കാച്ചിയാലോ. വൈകുന്നേരം മോരവിടെ? മോരും ഇല്ല. വൈകുന്നേരം പിന്നെ ചപ്പാത്തിക്ക് എന്താക്കൂ? ചിക്കനും ഇതും രസമുള്ള കോമ്പിനേഷൻ അല്ല. എന്നോട് തൈര് മേടിക്കാൻ പറഞ്ഞത്. എന്താ ഉണ്ടാക്കുക? മോര് കാച്ചിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നല്ലായിരുന്നു. വലുതിലാ ഈ മുടിയുള്ളത്. ഏകദേശം കഴിയാനായി, ഇനി ഒരു 3-4 കൂടെ ഉള്ളു. അമ്മ പറയാ, നമ്മള് മീൻ മേടിക്കുന്ന മനു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അടുത്തൊരാളുണ്ട്. അപ്പം അവര് ഇതിങ്ങനെ കൊണ്ടുവയ്ക്കും. അപ്പൊ ഇവിടുത്തെ ആൾക്കാരൊന്നും അധികം വാങ്ങിക്കൂലെന്ന്. നന്നാക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നന്നാക്കാൻ മടി ആയതുകൊണ്ടോ എന്തിനെ കൊണ്ടോ അവര് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടാൻ കാത്തുക ചെയ്യാം. കഴിഞ്ഞില്ലേ? നല്ല കഴുകണം. ഇത് വേസ്റ്റ് ഇതിലിട്ടെ. പാത്രം ആദ്യം കഴിക്കണം, മണ്ണെടുത്ത്. ഇത് വേണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കാണിക്കുന്നത് മതിയോ? നമുക്ക് ഇതിലിങ്ങനെ മണ്ണ് പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി കൊടുക്കണം. ഞാനിങ്ങനെ ഒരു 3-4 പ്രാവശ്യം കഴുകും കേട്ടോ. ഞാനൊരു 3-4 പ്രാവശ്യം കഴുകിട്ടോ. നല്ല മണ്ണുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല പരിപാടികൾ സെറ്റാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഞാൻ ഇത് ഇടുന്നുണ്ട്, കശ്മീരി മുളക് പൊടി. കുറച്ച് കുരുമുളക് എടുക്കമ്മ. ഇത് പെരിഞ്ജീരകം, വലിയ ജീരകം പൊടിച്ചതാണേ, അതുകൂടെ. ഞാന് കുരുമുളക് ചതച്ച് കണ്ടിരുന്നല്ലോ,
കുറച്ച് കുരുമുളക്, ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് അമ്മ നമ്മൾ തന്നെ വീട്ടില് എപ്പോഴും ഇതേപോലെ തീരുമ്പോ അങ്ങനെ അതേപോലെ അരച്ചു വെക്കും. അത് കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കല്ലുമ്മക്കായ പുഴുങ്ങിയ വെള്ളം അത് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇല്ല, തീർന്നു പോയി. അല്ലെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുക പൊരിച്ച് കഴിയുമ്പോൾ. പക്ഷേ കറിവേപ്പില ഇല്ല, പുറത്ത് മരത്തിലും ഇല്ല. മരം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ മരം എന്ന് വിചാരിക്കരുത്. ഒരു കുട്ടി മരമുണ്ട്, അതിലെ എല്ലാ ഇലയൊക്കെ നമ്മൾ പറിച്ചു. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കാം. എനിക്ക് എന്നെയും കുക്ക് ചെയ്യുന്നതെല്ലാം കൂടി കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ, നമുക്കിത് ചെയ്യാം. ഞാൻ ഈ കല്ലുമ്മക്കായ ഫ്രൈ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഇടിച്ചക്ക ഇല്ലേ, ഇടിച്ചക്ക അമ്മ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വറവിലിടാം. தங்கமே கடவுள் தந்த എന്താ വറ്റൽമുളകല്ലേ? വറ്റൽമുളക് ഇടാണ്ട് എന്റെ ഫേവറേറ്റാ. പാൻ വെച്ചു, നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലാക്കണോ ഓയിലിൽ പൊരിക്കണോ? മിക്സ് ചെയ്ത് പൊരിക്കല്ലേ? ഓക്കെ. ഇതിപ്പോ നിങ്ങക്ക് അറിയാണ്ടൊന്നുമില്ല, സാധാരണ മീൻ പൊരിക്കുമ്പോൾ തന്നെ. ഞാൻ പിന്നെ കല്ലുമ്മക്കായൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന സാധനല്ലേ, അതുകൊണ്ടാണ് കാണിക്കുന്നത്, നന്നാക്കുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് പകുതി ഓയിലും പകുതി വെളിച്ചെണ്ണയും ആക്കി കൊടുക്കാം. ആണോ? കടുക്കയും കല്ലുമ്മക്കായും ചെമ്മീനൊക്കെ പറയുമ്പോൾ വാങ്ങിക്കുമ്പോൾ കാണാൻ കുറേ ഉണ്ടാവും. പക്ഷെ
അത് ക്ലീൻ ആക്കി സെറ്റാക്കി വരുമ്പോഴേക്കും പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇത് ഇത്ര ഉണ്ടേ, ഇനി പൊരിച്ചു കഴിയുമ്പോ ഇതിന്റെ പാതി പോലും ഉണ്ടാവില്ല. നമുക്കിത് വെച്ച് ആക്കി കൊടുക്കാം, ഇട്ട് കൊടുക്കാം. ഞാനത് ഫുള്ള് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഒന്ന് സെറ്റായി വരുമ്പോ ഒന്നുകൂടെ ചെറുതാവും. അമ്മ അടച്ചു വെക്കണോ? നമുക്കിത് അടച്ചു വെച്ചൊന്ന് മുരിയിച്ചെടുക്കാം. തുറന്നു വെച്ചാലല്ലേ മുരിയ. ഒന്ന് വെന്തിട്ട് പിന്നെ തുറന്നു വെക്കാം അല്ലെ. അതവിടെ കിടന്ന് കുക്കാവട്ടെ. ഇനി ഞാൻ തുറക്കുമ്പോ കാണിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ പുറത്ത് വന്നിരിക്കുക, അതവിടെ കിടന്നാവട്ടെ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഏട്ടൻ എന്തോ ഓൺലൈനിൽ ഇൻസ്റ്റഗ്രാമിൽ എന്തോ കണ്ടിട്ട് ഏതോ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതായിരുന്നു. ലൈനർ, ഒറ്റ സ്റ്റിക്കില് ഒരു സൈഡ് ലിപ് ലൈനറും അതിന്റെ ബാക്ക് സൈഡ് അതിന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കളറ്, ഗേറ്റ് തുറക്കാം, അതിന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കളറ് ലിപ്സ്റ്റിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പം മുഖത്ത് വേറെ ഒന്നും ഇല്ലാത്തതിന് കൊണ്ട് മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി രസമുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോച്ചിമ്മ ഭയങ്കര ചൂട്, കണ്ണുറക്കാൻ പറ്റാത്ത ചൂട്. നമ്മളെ നൈബർ വണ്ടിയാണ്. കറി ഉണ്ടാക്കിയിട്ടില്ല, കറി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞു, പച്ചക്കറി എന്തെങ്കിലും. അപ്പൊ ഞാൻ തേങ്ങ പൊട്ടിച്ച് ചിരകി കൊടുക്കട്ടെ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടമ്മ തേങ്ങ പൊട്ടിക്കുന്ന ഇർക്കിൾ എന്തോ വെച്ചിട്ട് അതിന് കറക്റ്റ് സെന്ററിൽ ഇങ്ങനെ ചുറ്റും, എന്നിട്ട് കൈ വെച്ചിട്ട് മറ്റേ നമ്മള് തേങ്ങ ഉടയ്ക്കൂലേ അതേപോലെ ആക്കുന്ന. പൊട്ടിച്ചു വെക്കുന്ന. നെക്സ്റ്റ് ടൈം വലുത് വേണോ ചെറുത് വേണോ? കുറച്ച് മതി അല്ലേ? ചിരവ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെന്താ മടി പിടിക്കുന്നേ? നമ്മളെ വലിയ പാന്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്.
മുരിഞ്ഞ് കരിഞ്ഞില്ല, മുരിഞ്ഞുണ്ട്. പോരെ, എത്ര ആയ പോരമ്മ? ഓഫായിട്ടെ. ഇതെന്താ അടി പിടിക്കുന്ന ഈ പാത്രം? പിടിക്കണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടോ? ആ, അതന്നെ ഞാൻ ചോദിച്ചു. പോരമ്മ ആക്കണ്ടല്ലോ. Princess Rhaenyra her desire to marry her sons Jason and Luke to Lord Corlys' granddaughters, Baela and Rhaena. എനിക്കിരിക്കണ്ടേ? അല്ല, ഹെഡ്രോട് ശരിയോട്ടെ. ഞാൻ ഈ ചട്ടിയിൽ ചോറിട്ട് തിന്നാൻ പോവാ. മറ്റേ ചെമ്മീൻ്റെതും കടുക്കേണ്ടതും നല്ല ഫ്ലേവർ ആയിരിക്കും ഇതിന്റെ ചട്ടിയിൽ ഇടുമ്പോ. ഞാൻ വേറെ, ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാൻ സെയിം ഡ്രസ് ആണെന്ന്. പക്ഷെ ഞാൻ സെയിം ഡ്രസ്സിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, 1-2 ഉണ്ട്. അതിനിപ്പോ എന്താ പ്ലേറ്റ് വേണോ? ഇതന്നെ തിന്നാലോ. ഇതന്നെ തിന്നല്ലേ, ചെമിച്ചോറല്ല. ആ ചട്ടിയിൽ ഇങ്ങനെ ചോറിടാം. എന്താ വേണ്ടേ? ഓക്കെ, എല്ലാം ഫേവറേറ്റ് അല്ലേ. ചക്കുപ്പേരി. അയ്യോ, ഞാൻ ആദ്യം മറ്റേ മാത്രം തിന്നോക്കട്ടെ കുഴച്ചിട്ട്. അല്ലേ, ചെമ്മീൻ്റെ ഇതേപോലെ തന്നെയാ. ഇതൊരു പറച്ചോറ് തിന്നു തോന്നുന്നു. ചെമ്മീൻ കണ്ട് നല്ല എടുക്കലോ. ചെമ്മീനെ കണ്ട് ചെമ്മീനും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് തേങ്ങരച്ച് കറി വെച്ചതാ. ശരിക്കും നമ്മളെ ചെമ്മീൻ കറി മുരിങ്ങക്കായ ഇട്ടിട്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് പൊളി. ഇതും പൊളിയായിരിക്കും. മുരിങ്ങക്കായ ഉണ്ടായില്ലല്ലോ. ഞാൻ എന്തോ കഴിഞ്ഞ ഈ സമയത്താന്ന് തോന്നുന്നു നമുക്ക് മുരിങ്ങക്കായ ഉണ്ടായത്. സുരഭി ചേച്ചിയൊക്കെ വന്ന സമയം കൊറേ പറിച്ചില്ലേ? പ്രാവശ്യം ഇല്ല അല്ലേ? എന്നൊക്കെ അവര് പറയണം. നല്ല വളരാനാ പറഞ്ഞു ഇവര് ഫുള്ള് വെട്ടിക്കഴിഞ്ഞു. അങ്ങനെ വെട്ടിച്ച് വളർന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പൊ വളർന്നില്ലല്ലോ. അച്ഛ എവിടുന്ന് കഴിച്ചു? സാധാരണ കൊച്ചിയില് കൊച്ചിയോട് മാറിയതിനു ശേഷം കല്ലുമ്മക്കായ കിട്ടാറില്ല. ഇപ്രാവശ്യം വീടിന്റെ ഇടയ്ക്ക് പ്രാവശ്യം വാങ്ങിച്ചതാണെങ്കിലും ഇതാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന കോഴിക്കോട് കിട്ടുന്ന പോലത്തെ ക്ലീൻ ആക്കുമ്പോ പറഞ്ഞിരുന്നു നമ്മളിവിടെ വാങ്ങിക്കലേ ഇല്ല, അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരലാന്ന്. പക്ഷെ നല്ല
മീൻകറി തട്ടിക്കൂട്ടിയാണെങ്കിലും ടേസ്റ്റ് ഇല്ല. ഉം. തട്ടിക്കൂട്ടിയാണെങ്കിലും എല്ലാം രസമുണ്ട്. അമ്മ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയി. അമ്മ ചിക്കൻ കറി വേണ്ട. സാറൊക്കെ ഉണ്ടാക്കണ്ട്. നമ്മള് ലാസ്റ്റ് ഉണ്ടാക്കിയ മാങ്ങയും ക്യാരറ്റും വെച്ചിട്ടൊരു സ്വീറ്റ് പിക്കിൾ ഉണ്ടാക്കില്ലേന്നോ, കഥം. ഞാൻ അടുത്ത സെറ്റ് ഉണ്ടാക്കണം. ചോറ് വീണ്ടും ഇട്ട് പോകും. ഇത് ഭയങ്കര സ്വാദം. ഇതിൽ നിറയെ ഉണ്ടായിരുന്നു കല്ലുമ്മക്കായ പുഴുങ്ങുമ്പോ. ഉണ്ടായി കഴിഞ്ഞപ്പോ ഇത്രേ ഉള്ളൂ. എന്റെ വ്ളോഗ് നിറയെ ഫുഡ്. ഇങ്ങനെ വെറുതെ പൊരിക്കുന്ന രസം. കടുക്ക ബിരിയാണി കഴിച്ചിരുന്നോ? ആക്ച്വലി ബ്ലോഗിൽ ഞാൻ ഹോട്ടലിന്റെ പേര് അറിയില്ല. കോഴിക്കോട് നിന്ന് കഴിച്ചു. സോ ബാഡ്, റിയലി ബാഡ്. റൈസിന് ഫ്ലേവർ ഒന്നുമില്ല. ബിരിയാണി റൈസ് വേറെ, ഇതൊരു മസാല വെച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കി പോകും. അത് അതിൽ മിക്സ് ചെയ്ത് ഒരു സാധനം. ബിരിയാണി ഉണ്ടാക്കുമ്പോ എന്ത് വെച്ചുണ്ടാക്കുന്ന ആ ഫ്ലേവർ ആ റൈസിന് കിട്ടണം. സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ. പെട്ടെന്ന് അങ്ങോട്ട് ചൂട് കൂടില്ലേ. ഞാൻ നിർത്തി. ചോറ് തിന്നാൻ പറ്റും, പക്ഷേ കഴിക്കുന്നില്ല. അങ്ങനെ കുരുമുളക് പൊടിച്ച് വെക്കുന്നതിനേക്കാളും അങ്ങനെ ക്രഷ് ചെയ്ത് വെക്കൂലേ, അതിനാ ടേസ്റ്റ്. ഇത് അങ്ങനെ ഒരു ചതച്ചിട്ട് ഇടൂലേ, മറ്റേ ഫ്ലേവർ അങ്ങ് പോയി പോകും തോന്നുന്നു അല്ലേ. ഫിനിഷ്. ചോറ ചക്ക ഉപ്പേരി കുറച്ച് വയ്ക്കും. ചോറ് കഴിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നത് കൊണ്ട് കഴിക്കുന്നില്ല. അല്ല അതുകൊണ്ടല്ലേ കഴിക്കുന്നത്. ആ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചു കഴിയുമ്പോ നമുക്ക് തോന്നും വേണ്ടില്ലേന്ന്. ഞാൻ ചോറ് കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളൊക്കെ കുറച്ച് കുറച്ച് കഴിക്കാം. കുറച്ച് കുറച്ചല്ല, കുറച്ചധികം. ഇതാ വീണ്ടും കല്ലുമ്മക്കായ കടുക്ക.
ഇതിലും ടേസ്റ്റ് അന്നത്തെ ആയിരുന്നു, ചൂട ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇതും കൊള്ളാം. അല്ല ഇതൊക്കെ കൂടി ഇവിടെ ഇളക്കി എന്താ ഇത് അടി പിടിച്ച് അവനല്ല ഈ പാത്രം. പിന്നെ എണ്ണ വെച്ചപ്പോ പിന്നെ സെറ്റ്. ഉപ്പേരി പോലെ തന്നെ. രസമുണ്ട്. എന്നെന്തെങ്കിലും കുറ്റം പറഞ്ഞു. കുറ്റം പറഞ്ഞല്ല, സത്യം പറഞ്ഞ എന്താ പറഞ്ഞേ? ഇങ്ങോട്ട് പറ. കുറ്റം പറഞ്ഞല്ല, സത്യം പറഞ്ഞ. ഓക്കെ, ഒക്കെ ഉണ്ടാക്കുമ്പോ ക്ഷമയില്ല. പക്ഷെ ഞാൻ വേവാണ്ടൊന്നും എടുക്കില്ലല്ലോ, വെന്തിട്ട് തന്നെയല്ലേ. പക്ഷെ എന്നാലും ഇത്തിരി വെകിളിക്കളിയാ. ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. തണുപ്പില്ല. ഞാൻ നിർത്ത. ഡൺ. അപ്പം വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഭയങ്കരമായിട്ട് ഡയറ്റൊന്നും കൂടാതെ അത് തന്നെ കഴിക്കാം. ആ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഡയറ്റ് ചെയ്തിട്ടുള്ള ഇതൊന്നും വേണ്ട. എനിക്കും അഭിപ്രായമാണ്, ഏട്ടനും സെയിം അഭിപ്രായമാണ്. ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്നെ തന്നെ അങ്ങനെ എന്താ പറയാ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ പറഞ്ഞിട്ടുള്ള വർക്കൗട്ടും ഡയറ്റും ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിക്കും. കുറച്ചാണെങ്കിലും കഴിക്കും. അങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാന്നുള്ളതാണ്. രണ്ടാളും ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അസുഖങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കൂളാണ്. വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കഴിക്കുന്ന സാധനം പൊതുവെ നമ്മളങ്ങനെ ജങ്ക് ഫുഡ് അങ്ങനെ കഴിക്കാത്ത ആൾക്കാരാണ് പൊതുവെ. ഞാൻ ഇയർലി വൺസ് ഒക്കെ ഒരു ബർഗർ കഴിക്കുന്നത്, അങ്ങനെ കഴിക്കാറുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് വരും മന്തി മാത്രമേ ഞാൻ അങ്ങനെ എപ്പോഴും കഴിക്കാറുള്ളൂ. ബിരിയാണി ആണെങ്കിലും എറണാകുളത്ത് നിന്ന് കഴിക്കാറില്ല. എറണാകുളത്ത് നിന്ന് കഴിക്കും. എവിടുന്ന് നമ്മൾ അന്ന് കഴിച്ച ഷെബാബ് ബിരിയാണി അത് കഴിക്കും. അല്ലാതെ വേറെ ബിരിയാണി ഒന്നും കഴിക്കാറില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് അധികം കഴിക്കാറ് എപ്പോഴും. ഹോട്ടൽ ഭക്ഷണം കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് അതല്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ അധികം പുറത്തിപ്പോൾ വർക്ക് പർപ്പസിന് എപ്പോഴും പുറത്ത് തന്നെ കൂടുതലുണ്ടാവും. അപ്പം ഞാൻ അധികം ഫുഡ് കഴിക്കുക. കേരളത്തിൽ തന്നെയാണെങ്കിൽ ഈ ചേച്ചിമാരെ കട, കുടുംബശ്രീ കടകൾ, അങ്ങനത്തെ കടകൾ ഉണ്ടാവില്ല. ലൈക്കിനോ ഈ സാധാരണ നമ്മുടെ വീട്ടിലെ ഭക്ഷണം കിട്ടുന്ന പോലത്തെ കടകൾ, ടിപ്പിക്കൽ ഹോട്ടൽസ് അല്ലാത്ത അപ്പം ഉണ്ടാക്കുന്ന അന്നൊന്നും ഉണ്ടാക്കുന്ന മേ ബി ലഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നല്ല മത്തിപുരുഷമൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ പർട്ടിക്കുലർ കടകളിൽ മാത്രമേ ഞാൻ പൊതുവെ കയറി കഴിക്കാറുള്ളത്. അങ്ങനെ സോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ഭക്ഷണം. പിന്നെ നമുക്ക് എല്ലാവർക്കും നമുക്ക് രണ്ടും കുക്ക് ചെയ്യാൻ അറിയുന്നത് കൊണ്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ പുറത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഐ മീൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുക്ക് ചെയ്യും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പൊ ശരി, അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. പാക്കലാം. ബൈ.